ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പാം എന്ന മരത്തെ പറ്റിയാണ്. എണ്ണപ്പനയുടെ കായുടെ മാംസളമായ പുറന്തോടിൽ നിന്നും വേർതിരിച്ച് എടുക്കുന്ന ഒരു ഭക്ഷ്യ എണ്ണയാണ് പാം ഓയിൽ. കുരുവിൻ്റെ അകത്തുള്ള പരിപ്പിൽ നിന്നും വേർതിരിക്കുന്ന എണ്ണയെ പാം കെർണൽ ഓയിൽ എന്നാണ് വിളിക്കുന്നത്. പ്രധാനമായും ആഫ്രിക്കൻ എണ്ണപ്പനയായ എലൈസ് ഗ്നീസിസിൽ നിന്നും കൂടാതെ ഒരു ചെറിയ അളവിൽ അമേരിക്കൻ എണ്ണപ്പന എലൈസ് ഒലിഫീറ, മരിപ്പ എണ്ണപ്പന, അതാലി, മരിപ്പ എന്നിവയിൽ നിന്നും പാം ഓയിൽ വേർതിരിച്ചെടുക്കുന്നു. ഉയർന്ന ബീറ്റോ കരോട്ടിൻ അടങ്ങിയിട്ടുള്ളതിനാൽ പാം ഓയിൽ സ്വാഭാവികമായും ചുവപ്പ് നിറത്തിലാണ്. ഏകദേശം 5000 വർഷം മുമ്പ് തന്നെ മനുഷ്യർ പാം ഓയിൽ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 1800കളുടെ അന്ത്യത്തിൽ അംബിഡോസിലെ ശവക്കുഴിയിൽ നിന്ന് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ പാം ഓയിലിന് 3000 BC വരെ പഴക്കമുള്ളതായി കണ്ടെത്തുകയുണ്ടായി. പനങ്കായുടെ തോട് ആട്ടിയെടുക്കുന്ന എണ്ണയാണ് പാചക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. കായ്ക്കുള്ളിലെ കുരു ആട്ടിയെടുക്കുന്ന എണ്ണ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നു. പാചകത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള എണ്ണയാണ് പാം ഓയിൽ. വെളിച്ചെണ്ണയേക്കാൾ പൂരിത കൊഴുപ്പുകൾ പാം ഓയിൽ കൂടുതലാണ്. എല്ലാ കൊഴുപ്പുകളുടെയും പോലെ പാം ഓയിലും ഫാറ്റി ആസിഡുകൾ ചേർന്നതാണ്. ഗ്ലിസറിനോടൊപ്പം എസ്റ്ററിഫൈഡ് ചെയ്തത്. പാം ഓയിൽ സാച്ചുറേറ്റ് കൊഴുപ്പിൻ്റെ ഉയർന്ന സാന്ദ്രതയുണ്ട്, പ്രത്യേകിച്ച് 16 കാർബൺ പൂരിത ഫാറ്റി ആസിഡ് പാൽമെറ്റിക് ആസിഡ് ഇതിന് അതിൻ്റെ പേര് നൽകുന്നു. പാം ഓയിലിൻ്റെ പ്രധാന ഘടകമാണ് മോണോസോ ചുറേറ്റഡ് ഒലീക് ആസിഡ്. വിറ്റാമിൻ ഇ കുടുംബത്തിൻ്റെ ഭാഗമായ ടോക്രിറ്റിയോളിൻ്റെ പ്രധാന ഉറവിടമാണ് ശുദ്ധീകരിക്കാത്ത പാം ഓയിൽ. പാം മരം ലോകത്തിൻ്റെ ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു എവർഗ്രീൻ മരമാണ്. ഇതിന് നീളം കൂടിയ തണ്ടുകളും മുകളിലായി കൂട്ടമായി വളരുന്ന വലിയ ഇലകളുമുണ്ട്. പാം മരം പ്രധാനമായും ഉഷ്ണമേഖല തീരപ്രദേശങ്ങളിലും മരുഭൂമിയിലുമാണ് കാണപ്പെടുന്നത്. ഉദാഹരണമായി കേരളം, ആഫ്രിക്ക, ദക്ഷിണേഷ്യ, അമേരിക്കൻ ട്രോപ്പിക്കൽ പ്രദേശങ്ങൾ തുടങ്ങിയവയാണ്. പാം മരം പ്രകാശ സംശ്ലേഷണം വഴി തന്നെയാണ് ആഹാരം ഉണ്ടാക്കുന്നത്. മൂലങ്ങളിലൂടെ വെള്ളവും ഖനിജങ്ങളും ആഗിരണം ചെയ്ത് ഇലകളിൽ സൂര്യപ്രകാശം ഉപയോഗിച്ച് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നു. പാം മരം പുഷ്പങ്ങളിലൂടെ പ്രജനനം നടത്തുന്നു. പുഷ്പങ്ങൾ പരാഗണം മുഖേന പരസ്പരം സംയോജിച്ച് ഫലമായി മാറുന്നു. ഫലം സാധാരണയായി തേങ്ങ, താളം, അരക്കാനാട്ട് തുടങ്ങിയ രൂപത്തിൽ കാണപ്പെടുന്നു. വിത്ത് മണ്ണിൽ വീണാൽ പുതിയ ചെടിയായി വളരും. പാം മരത്തിൻ്റെ വളർച്ച മന്ദഗതിയിലായിരിക്കും, പക്ഷേ ഇത് നീണ്ട ആയുസ്സുള്ളതായിരിക്കും. വളർച്ച പ്രധാനമായും തണ്ടിൻ്റെ മുകളിലെ അഗ്രഭാഗത്തിൽ മാത്രമേ ഉണ്ടാകൂ. തണ്ട് നീളം കൂടിയതും ഇലകൾ മുകളിലായി കൂട്ടമായി ഉള്ളതുമാണ്. ഇലകൾ ചുറ്റും വീതിയുള്ളതും താഴ്മയായി കാണപ്പെടുന്നു. വേരുകൾ ശാഖാപരമല്ല. നാര് സാദൃശ്യം ഇല്ല. പല പാം മരങ്ങളും സാമ്പത്തികമായും വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് തേങ്ങ, താളം മുതലായവ. പാം മരങ്ങളുടെ ആയുസ് 50 മുതൽ 100 വർഷം വരെ ആകാം. ഇത് ഇനത്തിനെ ആശ്രയിച്ച് ഇരിക്കും. ഇവയുടെ ഉപയോഗങ്ങൾ തേങ്ങ ഭക്ഷണമായും എണ്ണമായും വെള്ളമായും ഉപയോഗിക്കുന്നു. ഇവയുടെ താളം, ഫലം, പനിനീർ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. ഇവയുടെ തണ്ട് നിർമ്മാണത്തിനും അലങ്കാര ഫർണിച്ചറിനും ഉപയോഗിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.